ദൈവപൈതലേ, ജീവിതയാത്രയിൽ പ്രതീക്ഷിച്ച സകല കാര്യാദികളും നഷ്ടപ്പെട്ട് ഇനി മുമ്പോട്ടൊരു വഴിയും ഇല്ല എന്ന് പറഞ്ഞ ആ സ്ഥാനത്താണ് ഹാഗാർ എന്ന ആ മാതാവ് ആ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിലേക്ക് ഇട്ടിട്ട് ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ആ അമ്മയുടെ കണ്ണെല്ലാം നിറഞ്ഞ് ആകെ ഉണ്ടായിരുന്ന തുരുത്തിയിലെ വെള്ളം തീർന്നു, കയ്യിലുണ്ടായിരുന്ന അപ്പക്കഷ്ണങ്ങൾ തീർന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലെ ചൂട് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ മരുഭൂമിയിലെ ചൂട് എത്രയോ ശക്തമായിരിക്കും. പൊള്ളുന്ന വെയിലിനകത്തെ ആ മാതാവ് ശരീരത്തിൽ ഏൽക്കുന്ന സൂര്യകിരണങ്ങളെക്കാട്ടിലും അകത്ത് കിടക്കുന്ന മുറിവ്, ആശ്രയിച്ച ഭവനം തന്നെ ഒറ്റപ്പെടുത്തിയ, താൻ ആരുടെ വാക്കാണോ കേട്ട് ആ വ്യക്തിത്വങ്ങൾ തന്നെ പടിയടച്ച് പിണ്ടം വെക്കുന്നത് പോലെ വീട്ടിനകത്തിൽ നിന്ന് ഒരു നിന്ദയായി പറഞ്ഞുവിട്ട ആ സാഹചര്യം, എല്ലാ വേദനയും ഉൾക്കൊണ്ട് ഈ മകനെയും കൊണ്ട് പുതിയൊരു ജീവിതം സ്വപ്നം കാണാം എന്ന് കരുതിയ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ എവിടെയൊക്കെയോ കാലിടറുന്നു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, തളർന്നു പോകുന്നു. അതിനുമപ്പുറത്ത് യൗവനക്കാരനാകുന്ന ആ തലമുറയുടെ മരണം കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ ആ തലമുറ ഇതാ തളർന്ന് കിടക്കുകയാണ്. അവനൊരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാത്ത നിലയിൽ ഈ സഹോദരി ബന്ധപ്പെടുന്ന സാഹചര്യത്തിൽ നോക്കിക്കേ, ആ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വ്യസനത്തിനകത്ത് കൂടെ ആ തലമുറ മുമ്പോട്ട് കടന്നു പോകുന്നത്, തലമുറ അത്രയും വേദന അനുഭവിക്കുന്നത് ഈ അമ്മയ്ക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ആ മരുഭൂമിയുടെ ചൂടിൽ മാറി നിലനിൽക്കുന്ന സമയത്ത് നോക്കിക്കേ, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വെളിപ്പെടുകയും ആ മരുഭൂമിയും അസാധ്യതകളുടെ നടുവിൽ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ നിന്ന് ഒരു പുതിയ ജനത ആരംഭിക്കുകയാണ്. പ്രിയ ദൈവവൈതനെ, അങ്ങനെയാണ് എങ്കിൽ നിൻ്റെ അസാധ്യതകളുടെ നടുവിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഒരു രീതിയിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുത്തുകൾ നടത്തി സീല് വെച്ച വിഷയം ആണെങ്കിൽ പോലും അതിൻ്റെ നടുവിൽ നിന്ന് ശ്രേഷ്ഠമായ ഉദ്ധാരണത്തെ തന്ന് നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, ഏത് കുടുംബത്തിനകത്തിൽ തന്നെയാണോ നീ തകർക്കപ്പെട്ടത്, അവരുടെ ഒക്കെ നടുവിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനനുസരിച്ച് നീ കയറി വരുന്ന ഒരു സമയം ഉണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ആലോചനയായി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്തൻ്റെ സന്നിധിയിൽ ഒന്ന് വിളിച്ചു പറ, ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ കർത്താവിന് വഴി തുറക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ തലമുറയുടെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന ആ മരുഭൂമി പോലെയുള്ള ആ പ്രശ്നത്തെ മറികടക്കാൻ ആ നല്ല കർത്താവ് കൂടെ ഇറങ്ങി വരിക തന്നെ ചെയ്യും. നിൻ്റെ ഇന്നിൻ്റെ വിഷയം മുമ്പിലൊരു വഴി തുറക്കാത്തതല്ലേ? നിൻ്റെ ഇന്നിൻ്റെ പ്രശ്നം എങ്ങനെ ഈ വിഷയത്തെ മറികടക്കും എന്നുള്ളതല്ലേ? പക്ഷേ കർത്തൻ്റെ സന്നിധിയിൽ കയറി നിന്നിട്ട് പറ, കർത്താവേ, എന്നെക്കൊണ്ട് കഴിയാവുന്ന സകലതും അസ്തമിച്ചിരിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു വാതിലിനെ തുറന്നാട്ടെ. അവിടുന്ന് തന്നെ ഈ വിഷയത്തെ മറികടക്കാൻ ഒരു ബലത്തെ ഞങ്ങളുടെ മേലൊന്ന് പകർന്ന് താ എന്നൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പറയാനും പ്രാർത്ഥിക്കാനും കണ്ണുനീർ പൊഴിക്കാനും നീ തയ്യാറായാൽ നിൻ്റെ കണ്ണുനീര് അത് വെറുതെയായി പോകത്തില്ല. യേശു കർത്താവിനെ കല്ലറയ്ക്കകത്തിലേക്ക് കൊണ്ടുപോയി വെച്ച് വലിയ കല്ല് ഉരുട്ടി വെച്ച് അതിൻ്റെ മുകളിൽ സീലുമടിച്ച് പട്ടാളക്കാരെ നിരത്തി നിർത്തിയപ്പോൾ അവരറിഞ്ഞില്ല ഒരു അസാധാരണമായ ദൈവശക്തി ചില മണിക്കൂറുകൾക്കുള്ളിൽ അസാധാരണമായ ഒരു ദൈവശക്തി അവിടെ വെളിപ്പെട്ടു വരുമെന്ന്. ആ വെളിപ്പെട്ടു വന്ന ദൈവശക്തിക്കകത്ത് അവിടെ കാവൽ നിൽക്കുന്ന സൈന്യത്തിനോ ആ ഇമ്പീരിയൽ മുദ്രയ്ക്കോ ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു എങ്കിൽ, പ്രിയ ദൈവപൈതലേ, അന്ന് ആ കല്ലറയ്ക്കകത്തിലിരുന്ന് ആ ശരീരം ദ്രവത്വം കാണാൻ അനുവദിക്കാതെ നിന്ന അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആണ് നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നീ നിൻ്റെ വാഗൊണ്ട് വിളിച്ചു പറ, ഈ പ്രശ്നത്തെ ഞാൻ മറികടക്കും. ആ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കും. ആ ശക്തിയാൽ അരമുറുക്കിക്കൊണ്ട് നിനക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ സർവശക്തനാകുന്നവൻ അസാധാരണമായൊരു ബലം പകർന്നു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് വിളിച്ചു പറ, എൻ്റെ ഇന്നിൻ്റെ വിഷയത്തിന് മേൽ
മാത്രമല്ല അടുത്ത വരാനിരിക്കുന്ന നിത്യത വരെയും എന്നെ കൊണ്ടുവന്നെത്തിക്കുവാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിക്ക് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അരികിലേക്ക് അടുത്തു വരിക. അവിടെ നിന്നൊരു പുതിയ ജയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കർത്താവ് ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. നിൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന, നിൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിലോ തലമുറയുടെ മുമ്പിലോ അടഞ്ഞു കിടക്കുന്ന ആ പ്രശ്നത്തെ മറികടക്കാനുള്ള പുതിയ ബലത്തെ കർത്തൻ പകർന്നു തരികയും നീ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും സന്തോഷത്തോടെയും ആ വിഷയത്തിനകത്ത് ജയിച്ച് കയറുമെന്നുള്ളൊരു പ്രവചനവാക്യം അങ്ങ് അധികാരത്തോടെ കൈമാറി. അതുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.